കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് കാണാതായ 13-കാരിയെ ബംഗളൂരുവിൽ കണ്ടെത്തി എന്നാണ് വിവരം. പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധുവായ യുവാവിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കുട്ടിയെ എപ്പോഴാണ് ഇനി നാട്ടിലേക്ക് കൊണ്ടുവരിക? കേരള പോലീസ് അവിടെ എത്തിയിട്ടുണ്ടോ? അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ സമീർ? ഗുഡ് മോർണിംഗ് SKN വിജയകുമാർ, ഹാഷ്മി. ഇപ്പോൾ അന്വേഷണ സംഘം അവിടേക്ക് ബാംഗ്ലൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ മാസം 11-നാണ് പെൺകുട്ടിയെ കാണാതായത്. പുതുപ്പാടി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പെൺകുട്ടി പെരുമ്പള്ളിയിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് പെൺകുട്ടിയെ കാണാതാകുകയായിരുന്നു. തുടർന്നാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഈ മാസം 14-ാം തീയതി തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു ലോഡ്ജിൽ ഈ പെൺകുട്ടിയും ഒപ്പം തന്നെ പെൺകുട്ടിക്കൊപ്പം ഒരു യുവാവിനെയും കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് ഈ ലോഡ്ജ് ഉടമ ഇതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി പോയത് ഈ പെൺകുട്ടിയുടെ ബന്ധുവായിട്ടുള്ള യുവാവിനൊപ്പമാണ് എന്ന് കണ്ടെത്തി. പക്ഷേ പിന്നീട് ഇവരെ സംബന്ധിച്ച് ഒരു വിവരം പോലീസിന് ലഭിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ കർണാടക പോലീസ് പെൺകുട്ടിയെയും യുവാവിനെയും കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം താമരശ്ശേരി പോലീസിന് കൈമാറിയിട്ടുണ്ട്. താമരശ്ശേരി പോലീസ് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ പെൺകുട്ടിയെയും യുവാവിനെയും ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന കാര്യമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ യുവാവിനൊപ്പം ഈ പെൺകുട്ടി 2024-ലും ഇത്തരത്തിൽ പോയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ യുവാവിനെതിരെ. ആ കേസ് നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പെൺകുട്ടിക്കൊപ്പം തന്നെ യുവാവ് വീണ്ടും ഇത്തരത്തിലുള്ള യാത്ര നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പെൺകുട്ടിയെ കണ്ടെത്തി എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം. വൈകാതെ തന്നെ പെൺകുട്ടിയെയും യുവാവിനെയും കർണാടകയിൽ നിന്ന് താമരശ്ശേരി പോലീസ് താമരശ്ശേരിയിലേക്ക് കൊണ്ടുവരും. തുടർ നടപടികൾ സ്വീകരിക്കും. വിജയകുമാർ.